നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് 2026 ജൂൺ മാസം 2-ാം തീയതി ദേവഗുരുവായ വേഴം മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടക രാശി എന്ന് പറയുന്നത് വേഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ വേഴമാറ്റത്തിൽ അവിട്ടത്തിന്റെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2-11 ഭാവാധിപനാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വേഴം എന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം രോഗശത്രു കടബാധിതകളുടെ ഭാവമായ 6-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കുംഭക്കൂറിനെ സംബന്ധിച്ച് ഇത് കഠിനാധ്വാനത്തിന്റെയും ജാഗ്രതയുടെയും കാലഘട്ടമാണ്. എന്നിരുന്നാലും ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വേഴം ഒരുപാട് ഗുണഫലങ്ങൾ കൂടി കുംഭക്കൂറിലെ അവിട്ടത്തിന്റെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ നക്ഷത്രം കമന്റ് ചെയ്യണം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ഈ വേഴമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 6-ാം ഭാവം എന്നത് മത്സരങ്ങളുടെ സ്ഥാനമായതിനാൽ കുംഭക്കൂറിലെ വിദ്യാർത്ഥികൾ കഠിനമായി പരിശ്രമിച്ചാൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തോ ദൂരദേശങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ചില സമയങ്ങളിൽ പഠനത്തിൽ ശ്രദ്ധക്കുറവോ മടിയോ ഒക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കി വേണം പഠന കാര്യത്തിൽ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാനായിട്ട്. പഠനാവശ്യങ്ങൾക്കായി ബാങ്ക് ലോണുകൾ പ്രതീക്ഷിക്കുന്ന കുംഭക്കൂറുകാർക്ക് അത് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുഹൃത്തുക്കളുമായോ അധ്യാപകരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ സൂക്ഷിക്കണം. വാക്കുകളിലൊക്കെ സൂക്ഷ്മത പാലിക്കുക. ഒരു തർക്കത്തിനൊന്നും ഈ വർഷം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും കൂടുന്ന ഒരു സമയമാണ്. എങ്കിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. പിന്നെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് വലിയ കാര്യം. ജോലിഭാരം കൂടും, ഉത്തരവാദിത്തങ്ങളും കൂടും. അതിനെ ഒരു നെഗറ്റീവായി കാണാതെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരവസരമാണ് മുമ്പിൽ വന്നത് എന്ന് വിചാരിച്ച് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അത് വളർത്തുവാനും കഴിയുന്ന ഒരു വർഷം കൂടിയാണിത്. കരിയറിൽ നിങ്ങളെ തളർത്താൻ സഹപ്രവർത്തകരിൽ ചിലർ ശ്രമിച്ചേക്കാവുന്ന ഒരു വർഷമാണ്. ഔദ്യോഗികമായ കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തകരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും പങ്കുവയ്ക്കാതിരിക്കുക. ഒരു കയ്യകലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ ആഗ്രഹിക്കാത്ത സ്ഥലം മാറ്റങ്ങൾ, ദൂരദേശത്തേക്കൊക്കെ സ്ഥലം മാറ്റങ്ങൾ കിട്ടാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ്. അത് പ്രതീക്ഷിക്കുക. കാരണം ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും പോവുക. ഇഷ്ടമില്ലെങ്കിലും ആ പണി നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ ജോലി സ്ഥലം ദൂരസ്ഥലത്താണ് എന്ന് വിചാരിച്ചിട്ട് ആ ജോലിക്ക് ഇനി പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കരുത്. ആ ജോലി തുടരാനായിട്ട് ശ്രമിക്കണം. പകരം നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ ആ ജോലി നിങ്ങൾക്ക് വരാൻ പാടുള്ളൂ. പുതിയൊരു ജോലി കിട്ടത്തുമില്ല, പഴയ ജോലി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസരവും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. തൊഴിൽ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കഠിനാധ്വാനത്തിനനുസരിച്ചിട്ടുള്ള ഫലം അല്പം വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷം തന്നെയാണിത്. നിലവിലെ ജോലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃപ്തിക്കുറവുണ്ടെങ്കിൽ പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് നടത്താവുന്ന ഒരു വർഷമാണ്. തീർച്ചയായിട്ടും ലഭിക്കും. അനുകൂലമായിട്ടുള്ളൊരു ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം, ഉറപ്പ് ആയതിനു ശേഷം മാത്രമേ പഴയ ജോലിയിൽ നിന്ന് പിരിഞ്ഞു വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും നഷ്ടപ്പെട്ടു പോവുകയും ഒന്നുമില്ലാതിരിക്കുന്നൊരവസ്ഥ വരാനുള്ള സാധ്യതയും ഈ വർഷം കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുടക്കമില്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പഴയ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷമാണ്. അതിനാവശ്യമായി പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ കുംഭക്കൂറുകാർക്ക് ഈ വർഷം സാധിക്കും.
അതുപോലെ വലിയ തുകകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതും ചിട്ടികളിൽ ചേരുന്നതും ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കണം. അത് നല്ല ഒരു കാര്യമാകില്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക, വലിയ ലോണുകൾ എടുത്തു കൊടുക്കാനായിട്ടൊക്കെ നിൽക്കുക, നിങ്ങളും കൂടി പങ്കാളിയാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് ഒരുപക്ഷെ തിരിച്ചു കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ അത് അടച്ചു തീർത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ വാങ്ങാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന യാത്രകൾക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് ചിലവുകൾ വരാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്രകൾ വളരെ കരുതലോടുകൂടി നടത്തുക. ആരോഗ്യകാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ ഉണ്ടെങ്കിൽ കൃത്യമായ ചികിത്സയൊക്കെ നൽകി അവരെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ വർഷം കുറച്ചധികം തുക നിങ്ങൾക്ക് അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ ധനാധിപനായതിനാൽ തന്നെ വരുമാനം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിലച്ചു പോകുന്ന ഒരവസ്ഥ ഇല്ല ഈ വർഷം. കൃത്യസമയത്ത് ആവശ്യത്തിനുള്ള പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണിത്. അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങളും റിസ്ക്കുള്ള നിക്ഷേപങ്ങളും ഈ വർഷം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കൺട്രോൾ വയ്ക്കണം. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മാത്രമേ സാമ്പത്തികം കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ ദഹനക്കേട്, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമം വളരെയധികം ശ്രദ്ധിക്കണം. മതിയായ ചികിത്സയും നേടാൻ നിങ്ങൾ മടിക്കരുത്. അനാവശ്യമായ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മനസ്സിൻ്റെ സമാധാനം കെടുത്താതെ നോക്കണം. ടെൻഷൻ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതിന് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ശീലമാക്കുക. അതുപോലെ യോഗയോ പ്രാർത്ഥനയോ ഒക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. മാനസിക സമ്മർദ്ദം മാത്രമല്ല, ശാരീരിക സുഖത്തിനും ഈ മെഡിറ്റേഷനും യോഗയൊക്കെ വളരെ നല്ല ഒരു പ്രതിവിധി കൂടിയാണ്. മുമ്പ് നമുക്കുണ്ടായിരുന്നു ആ രോഗങ്ങൾ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയും ഈ വർഷമുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യത്തിൽ എപ്പോഴും ഒരു മുൻകരുതൽ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. രാത്രികാല ഡ്രൈവിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. രാത്രികാല ഡ്രൈവിങ്ങിന് പോകുമ്പോൾ കൂടെ ഒരാളെ കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. പറ്റുമെങ്കിൽ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതും നന്നായിരിക്കും ഈ വർഷം. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ നല്ല കുറച്ച് ഫലങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ട്. മാർക്കറ്റിലെ കടുത്ത മത്സരങ്ങളെയൊക്കെ തന്ത്രപരമായി നേരിടാൻ കുംഭക്കൂറിലെ വ്യാപാരികൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. അവിട്ടത്തിന്റെ ആര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാർക്ക്. അതുപോലെ പങ്കാളിത്ത ബിസിനസ് കുറച്ചുകൂടി സുതാര്യത ഉറപ്പുവരുത്തുക. രണ്ടുപേര് തമ്മിൽ ഒരു ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ചില വാക്ക് തർക്കങ്ങളൊക്കെ വന്ന് കൂടാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ്. അതുകൊണ്ട് കണക്കും കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുകയും അത് എഴുതി റെക്കോർഡിക്കലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും പരസ്പരം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ വർഷം പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ പങ്കാളികളുമായിട്ടൊക്കെ ചില തർക്കങ്ങൾക്കുള്ള സാധ്യതകളും ഈ വർഷം കൂടുതലാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ഈ വർഷം വലിയ തുകകൾ ലോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെ നല്ലത്. ഈ വർഷം നിങ്ങൾക്ക് അത്ര കണ്ടങ്ങോട്ട് നല്ലൊരു സമയമല്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ടാക്സ് ആവാം, ലൈസൻസ് ആവാം, നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന് ലൈസൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ടാക്സ് അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ നിയമപരമായിട്ടുള്ളതെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കി വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ വാഹനത്തിനും ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും വരാനുള്ള സാധ്യതയും ഈ വർഷം ഏറെയാണ്. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ചെറിയ ഈഗോ പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ വരാൻ സാധ്യത ഉള്ള ഒരു വർഷം കൂടിയിട്ടാണ്. കുടുംബാംഗങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ അടുത്ത് പെരുമാറുകയും പരസ്പരം വിശ്വാസമെന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറെ നല്ലത്. ഒന്നും ഒളിച്ചു വെക്കാതെ പരസ്പരം പറയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ച് കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങളില്ലാതെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം നിങ്ങളുടെ ഒരു ഫലമെന്ന് പറയുന്നത്. അതുപോലെ
മാതാപിതാക്കളുടെയോ കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ വച്ചു പുലർത്തേണ്ട ഒരു വർഷം തന്നെയാണിത്. കുടുംബത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ ചെറിയ കാലതാമസങ്ങൾ നേരിട്ടേക്കാം. അതുപോലെ ഇനി നടത്താനുള്ള മംഗളകർമ്മങ്ങളിലൊക്കെ തന്നെ ചെറിയ കുറച്ച് സമയം, കുറച്ചു കാലയളവ് ഒന്ന് നീങ്ങിപ്പോയേക്കാം. അതിൽ സങ്കടപ്പെടേണ്ടതില്ല. ഈ സമയത്ത് വരുന്നത് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും വേണം നിങ്ങൾ ഈ ഒരു കാലയളവിൽ വിവാഹബന്ധമൊക്കെ നടത്താനായിട്ട്. ജീവിത പങ്കാളിയോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ദേഷ്യം നിയന്ത്രിക്കുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കും. അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കലഹങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതയും ഈ വർഷം തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ കൃഷി അനുബന്ധ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന കർഷകർക്കൊക്കെ പതിവിൽ കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ ശാരീരിക അധ്വാനവും മേൽനോട്ടവും ഒക്കെ കൃഷിയിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഫലങ്ങൾ കിട്ടുകയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും ഒക്കെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിളകളൊക്കെ ഇൻഷുറൻസ് ചെയ്ത് വയ്ക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഒരു മുൻകരുതൽ, ഒരു സംരക്ഷണമൊക്കെ നിങ്ങളുടെ കൃഷിക്ക് നൽകുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ, കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. അനുബന്ധ മേഖലയ്ക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഡയറി ഫാമിങ്, കോഴി വളർത്തൽ, മത്സ്യകൃഷി എന്നിവ ചെയ്യുന്നവർക്കൊക്കെ വളരെ മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026 ജൂൺ 2 വേഴമാറ്റം എന്ന് പറയുന്നത്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നൊക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വളരെ അംഗീകാരങ്ങളും സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026 എന്ന് പറയുന്നത്. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതിന് നിങ്ങൾക്ക് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സഹകരണങ്ങളോട് കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 ജൂൺ 2 ശേഷമുള്ള ഈ വേഴമാറ്റം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. പുതിയ പ്രോജക്റ്റുകളൊക്കെ ലഭിക്കാൻ നിങ്ങളുടെ ശ്രമങ്ങൾ കുറച്ചും കൂടെ കാര്യമായി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. ഇവിടെയും അത് തന്നെയാണ് പറയുവാനുള്ളത്. കാരണം അത്തരം പ്രോജക്റ്റുകൾക്ക് നിരന്തരം നിങ്ങളുടെ ഒരു ഇടപെടലും മാത്രമേ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത ഈ വർഷം ഉള്ളൂ. അതുപോലെ ചില വിമർശനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടിക്ക് ഒക്കെ നേരിടാനുള്ള സാധ്യതയും ഈ വർഷം കൂടുതലാണ്. പുതിയ പ്രോജക്റ്റുകളുടെയോ കഥയുടെയൊക്കെ ആശയങ്ങൾ, നിങ്ങളുടെ ആശയങ്ങളൊക്കെ ചിലപ്പോൾ മോഷ്ടിക്കപ്പെടാനും അത് മറ്റൊരാളെടുത്ത് ഉപയോഗിക്കാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനുമായി വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് മാത്രം കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ വർഷം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ജാമ്യം നിൽക്കലും വലിയ കടം കൊടുക്കലും പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അനാവശ്യ കൂട്ടുകെട്ടുകളും ഒക്കെ നിങ്ങൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായി സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, അമിത കൊഴുപ്പുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി നിയന്ത്രിച്ച് രാത്രി യാത്രകൾ കുറച്ചുമൊക്കെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തണം. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും നിങ്ങൾ ഈ വർഷം ആർക്കും നൽകരുത്. കാരണം വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരുന്നത് വഴി സമൂഹത്തിൽ വലിയൊരു വിശ്വാസ്യതയൊക്കെ നിങ്ങൾക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്തള്ളപ്പെട്ട് പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. ആലോചനയില്ലാതെ ഉള്ള ജോലി എടുത്തു കളഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി ചെയ്യരുത്. നിങ്ങൾക്ക് മറ്റൊരു ജോലി കിട്ടി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ പഴയ ജോലികളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം. കൃഷിയിലോ ബിസിനസ്സിലോ അനുഭവമില്ലാത്ത പുതിയ മേഖലകളിലൊക്കെ തന്നെ വലിയ തുകകൾ ലോൺ എടുത്ത് ഈ വർഷം നിക്ഷേപം നടത്താതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന മേഖലകളെ കുറിച്ചിട്ടുള്ള ബിസിനസ്സുകൾ മറ്റും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. നിലവിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടു പോവുകയും അടുത്ത വർഷം പുതിയ നല്ലൊന്ന് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറെ നല്ല കാര്യം. അത് ശുഭകാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസങ്ങളെന്ന് പറയുന്നത് 2026 ജൂലൈ, സെപ്റ്റംബർ, നവംബർ, 2027 മാർച്ച് മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ഈ മാസങ്ങൾ നിങ്ങളുടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെ ഈ മാസങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക.
ഓഗസ്റ്റ്, ഒക്ടോബർ, 2027 ജനുവരി, ഏപ്രിൽ മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ദോഷങ്ങൾ ഉള്ള ഒരു മാസമാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങളൊക്കെ കഴിവതും സമയം നടത്താതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ദോഷപരിഹാരങ്ങൾക്കായിട്ട് വ്യാഴാഴ്ചകളിൽ ഉപ്പും എണ്ണയും ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. അതിനെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പുണ്യം കിട്ടുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വാങ്ങി നൽകുകയോ സാധുക്കൾക്ക് മഞ്ഞ നിറത്തിലുള്ള ആഹാരമൊക്കെ ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നന്മ വരുന്നതിന് അത് കാരണമാകും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം മനസ്സിന്റെ സമാധാനത്തിനും ശനിദോഷ ശാന്തിക്കുമായിട്ട് ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാലയും സമർപ്പിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ദോഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ്. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് അവിട്ടത്തിന്റെ അര, ചതയം, പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.